ഹലോ, നമുക്ക് നല്ല മധുരമുള്ള ഒരു ഐറ്റം ഉണ്ടാക്കിയാലോ? അത് നമ്മുടെ ഗുലാബ് ജാം ഉണ്ടാക്കാം അല്ലേ? എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു ഐറ്റമാണല്ലോ ഗുലാബ് ജാം. അത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ബ്രെഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഗുലാബ് ജാം ഉണ്ടാക്കുന്നത്. നമ്മൾ ബ്രെഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ആയിരിക്കണം. ഈ ഒരു വൈറ്റ് ബ്രെഡ് തന്നെ ആയിരിക്കണം. ചിലർ കാപ്പി ബ്രെഡ് ഉണ്ടാകും, നിറക്കരുത്. ഈ വൈറ്റ് ബ്രെഡ് തന്നെ ആയിരിക്കണം. എന്നിട്ട് ബ്രെഡിൻ്റെ 4 ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. വെറും വൈറ്റ് ഭാഗം മാത്രം മതി. ഞാൻ ആ കവർണകത്തുള്ള മുഴുവൻ ബ്രെഡും എടുത്തിട്ടില്ല കേട്ടോ. അതിന് ഒരു പകുതി 3/4 ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്കുള്ള ആവശ്യത്തിന് എടുത്താൽ മതി. പിന്നെ ഇതിന് 4 ഭാഗം കട്ട് ചെയ്യാൻ മറക്കരുത്. നന്നായി കട്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ ഉള്ളൂ അത് ശരിയാവുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഗുലാബ് ജാം. നമുക്കത് കടയിൽ നിന്ന് ഇൻസ്റ്റൻ്റായിട്ട് മേടിച്ച് വാങ്ങി കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാം. മാക്സിമം കൂടിപ്പോഴേ ഒരു 5-10 മിനിറ്റ്, 15 മിനിറ്റ്, അതിന് മാക്സിമം പോവില്ല. അങ്ങനെ നമ്മൾ ആവശ്യത്തിനുള്ള ബ്രെഡൊക്കെ കട്ട് ചെയ്ത് 4 ഭാഗമൊക്കെ കട്ട് ചെയ്ത് ഈ വൈറ്റ് ഭാഗം എടുത്തിട്ടുണ്ട്. ഇനി ഒന്നെങ്കിൽ നിങ്ങൾ മിക്സ് ചെയ്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, ഇല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഞാൻ കൈ കൊണ്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് പാൽ, വളരെ കുറച്ച്, 1 ടേബിൾ സ്പൂൺ പാൽ അധികം ചേർത്ത് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ബ്രെഡിൽ അധികം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊരു ലൂസാവും, പായസം പോലെ. അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് പിന്നെ ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചിട്ടുണ്ട്. വളരെ കുറച്ച് പാൽ ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. അങ്ങനെ മുഴുവനായിട്ട് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ, എങ്കിലേ അത് ശരിയാവുള്ളൂ. കാരണം നമ്മൾ പ്രസ് ചെയ്തിട്ട് വേണം അത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുഴച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വലുപ്പത്തിലുള്ള ബോൾ ഇതേപോലെ കയ്യിലാക്കി എടുത്താൽ മതി. നല്ല ബോളായി കിട്ടും. നമ്മളിങ്ങനെ ബോളാക്കി എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്തിട്ടാണ് ബോളാക്കി എടുക്കാൻ കേട്ടോ. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ നല്ല വൃത്തിക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് അതിങ്ങനെ വിണ്ടു പോകും കേട്ടോ. എൻ്റെതേ വിണ്ടു പോയിട്ടുണ്ട് അത്യാവശ്യം, എങ്കിലും പറഞ്ഞു തന്നേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ബോളുകളെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്യാൻ ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ട ശേഷം പിന്നെ ഈ ബോൾ ഇടുമ്പോൾ അത് ലോ ഫ്ലെയിമിലേക്ക് വെക്കണം. കാരണം ബ്രെഡ് ആകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടാലുള്ള അകത്തൊക്കെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. അങ്ങനെ 2 ഭാഗം മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് സെയിം ആ ഒരു ബ്രൗൺ കളറാക്കി എടുത്തിട്ടുണ്ട്. കരിഞ്ഞു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഹൈ ഫ്ലെയിം ആകുമ്പോൾ ബ്രെഡാണ്, സോഫ്റ്റാണ്, പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ നമ്മളിതെല്ലാം എടുത്തു. ഈ മറ്റൊരു പാനിൽ എടുത്തിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ എത്രയാണോ ഷുഗർ എടുത്ത് സെയിം അളവിൽ തന്നെ വെള്ളം എടുക്കണം. പിന്നെ ഒരു 2-3 ഏലക്കായ ഇട്ടിട്ടുണ്ട്. ഞാൻ 1/2 കപ്പ് പഞ്ചസാരക്ക് 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 3 ഏലക്കായ പൊളിച്ചിട്ടിട്ടുണ്ട്. ഇനി ആ പഞ്ചസാര അതിനകത്ത് നന്നായി അലിഞ്ഞ് കഴിഞ്ഞിട്ട് നന്നായി തിളച്ചിട്ട് നൂൽ പരുവം ആവരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. നൂൽ പരുവം ആവുന്നതിന് മുന്നേ എങ്കിൽ ആ വെള്ളത്തിൽ നിന്ന് മാറി ഒരു ചെറുതായിട്ടൊരു തിക്ക് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. ആ പഞ്ചസാര മുഴുവനായിട്ട് അലിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു 2-3 പ്രാവശ്യം ഒന്ന് തിളച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യണം. ഒരിക്കലും തിക്കാവരുത്, നൂൽ പരുവമാവരുത്. ആ വെള്ളത്തിൻ്റെ ഒന്ന് മാറുന്ന ഒരു സമയമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ആ ചൂടോട് കൂടി തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബ്രെഡ് ബോളുകൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ മുഴുവൻ ബോളും അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മളെ ചൂടായതുകൊണ്ട് തന്നെ അങ്ങനെ തിള വരുന്ന പോലെ തോന്നുകയാണ്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ബോളുകളൊക്കെ ഇതിനകത്ത് ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ ഷുഗർ സിറപ്പൊക്കെ നമ്മൾ ബ്രെഡിൻ്റെ അകത്തേക്ക് നന്നായി വരുമ്പോഴേ സോഫ്റ്റായി വരുള്ളൂ. നമ്മൾ ബ്രെഡ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഹാർഡല്ലേ കാരണം, അപ്പോൾ ഈ ഷുഗർ സിറപ്പ് അതിനകത്ത് പിടിച്ച് നല്ല സോഫ്റ്റായി വരും. അതിന് നമ്മൾ 15 മിനിറ്റ് 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഇനി നമ്മൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പായസമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിന് പകരം ഈ ഗുലാബ് ജാമൊക്കെ ഉണ്ടാക്കിയാൽ മതി. വളരെ സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ റെസിപ്പി മാത്രമുള്ളൊരു ഐറ്റമാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. വീട്ടിൽ നമ്മളെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതൊക്കെ പോയി കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. മധുരം ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണിത്. ഷുഗറും ഒക്കെ ഉള്ളവർക്കൊന്നും കഴിച്ചു പോയത് കേട്ടോ. അത്ര മധുരമാണ്, പക്ഷെ നല്ല ടേസ്റ്റുമാണ്. ഞാൻ പ്രത്യേകം പറയേണ്ടതെന്ന് വീണ്ടും പറയുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. താങ്ക് യു.